നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട അബ്ദുമനാഫിന്റെ മകൻ ഹാഷിം ഭാര്യ സൽമ ഗർഭിണിയായിരിക്കുമ്പോൾ മരണപ്പെട്ടു. സൽമയ്ക്കുണ്ടായ കുട്ടിക്ക് ഷൈബ എന്ന നാമകരണം ചെയ്തു. കുട്ടിക്ക് 7 വയസ്സായപ്പോൾ കുട്ടിയുടെ എളാപ്പയായ മുത്തലിബ് കുട്ടിയെ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. മക്കയിലേക്ക് കുട്ടിയുമായി നടന്നു പോകുമ്പോൾ വഴിയോരത്ത് നിന്ന ആളുകൾ ആരാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അവരോട് മുത്തലിബ് പറഞ്ഞ മറുപടി ഹാദ അബ്ദുല്ലി, ഇത് എന്റെ അടിമയാണ് എന്നാണ്. കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയോ മറ്റോ ആകാം. ഏതായാലും മക്കയിൽ എത്തിയതിന്റെ ശേഷം മുത്തലിബ് ആളുകളോട് പറഞ്ഞു, ഹാദ ഇബ്നു അഖി ഷൈബ, ഇത് എന്റെ സഹോദരന്റെ മകൻ ഷൈബ എന്ന കുട്ടിയാണ്. പക്ഷെ അപ്പോഴേക്കും മുത്തലിബിന്റെ അടിമ അഥവാ അബ്ദുൽ മുത്തലിബ് എന്ന പേര് മക്കയിൽ പ്രസിദ്ധമായിരുന്നു. ആ അബ്ദുൽ മുത്തലിബ് അതീവ സൗന്ദര്യത്തിന്റെയും ശക്തമായ ആരോഗ്യത്തിന്റെയും ഉടമയായിരുന്നു. നുബുവത്തിന്റെ പ്രകാശം അബ്ദുൽ മുത്തലിബിന്റെ നെറ്റിത്തടങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു എന്ന് ചരിത്രം. പരിശുദ്ധമായ കഅബയ്ക്ക് ആദ്യമായി സ്വർണത്തിന്റെ പുതപ്പിച്ചത് അബ്ദുൽ മുത്തലിബാണ്. അതീവ കാരുണ്യത്തിന്റെ ഉടമയായിരുന്നു അബ്ദുൽ മുത്തലിബ്. മൃഗങ്ങളോട് പോലും ശക്തമായ കരുണ. പർവ്വതങ്ങളുടെ മുകളിൽ പക്ഷികൾക്കും വന്യജീവികൾക്കും കഴിക്കാൻ കൊണ്ടുപോയി ഭക്ഷണം വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം. ആ അബ്ദുൽ മുത്തലിബിന്റെ നേതൃപാഠവും കഴിവും അബ്ദുൽ മുത്തലിബിനെ ഖുറൈശികളുടെ നേതാവാക്കി മാറ്റി. 120 വർഷം ജീവിച്ച അബ്ദുൽ മുത്തലിബ് മദ്യം കൊടികുത്തി വാണിയിരുന്ന മക്കയിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും മദ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല. വിഗ്രഹാരാധനയിൽ പ്രസിദ്ധമായ മക്ക എന്ന നാട്ടിൽ ജീവിച്ച അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. അബ്ദുൽ മുത്തലിബിന് 19 മക്കളായിരുന്നു. 13 ആൺമക്കളും 6 പെൺമക്കളും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 12 പിതൃ സഹോദരന്മാരും 6 പിതൃ സഹോദരിമാരും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ഇതിൽ 4 പേരാണ്. അതിൽ 2 പേര് മുസ്ലിമീങ്ങളും 2 പേര് കാഫിരീങ്ങളും. അഥവാ അബൂ ത്വാലിബ്, അബൂ ലഹബ് എന്നീ 2 മൂത്താപ്പമാർ അവർ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അതേസമയം അബ്ബാസ്, ഹംസ റളിയല്ലാഹു അൻഹുമ 2 പിതൃ സഹോദരന്മാർ, എളാപ്പമാർ, അവർ 2 പേരും മുസ്ലിമീങ്ങളായി. അതിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു സാഹോദര്യ ബന്ധം കൂടിയുണ്ട്. കാരണം അബൂലഹബിന്റെ മൗലയായ ഉമ്മു ഐമൻ എന്ന സ്ത്രീയുടെ മുലപ്പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹംസ റളിയല്ലാഹു അൻഹുവും കുടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിന് 2 വയസ്സും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 3 വയസ്സും മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതലുള്ളത്. അബ്ദുൽ മുത്തലിബിന്റെ 19 മക്കളിൽ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അബ്ദുള്ള എന്ന മകനോടായിരുന്നു. ഒരിക്കൽ സംസം കിണർ കുഴിക്കുന്ന സമയത്ത് ശത്രുക്കളുടെ ഉപദ്രവം കൂടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ്, എനിക്ക് 10 മക്കളുണ്ടായാൽ അതിലൊരു മകനെ കഅബയുടെ മുമ്പിൽ വെച്ച് ഞാൻ ബലിയറുത്തേക്കാമെന്ന് നേർച്ചയാക്കി. അവസാനം 10 മക്കളുണ്ടായപ്പോൾ അബ്ദുൽ മുത്തലിബ് ആ നേർച്ച നിറവേറ്റാൻ വേണ്ടി 10 മക്കളുടെയും പേര് എഴുതി നറുക്കിട്ടു. നറുക്ക് വീണത് അബ്ദുള്ള എന്ന മകനായിരുന്നു. അബ്ദുൽ മുത്തലിബിന് ഒരിക്കലും അബ്ദുള്ളയെ അറക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അബ്ദുൽ മുത്തലിബ് നറുക്കിട്ടു. അബ്ദുള്ളയുടെ പേരും പകരം 100 ഒട്ടകങ്ങളുടെ പേരും വെച്ച്. അവിടെ നറുക്ക് വീണ്ടത് 100 ഒട്ടകങ്ങൾക്കായിരുന്നു. അവസാനം അബ്ദുള്ളയ്ക്ക് പകരം 100 ഒട്ടകങ്ങളെ അറുത്ത് അബ്ദുൽ മുത്തലിബ് ആ നേർച്ച നിറവേറ്റി എന്നതാണ് ചരിത്രം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു ദബീഹൈൻ അഥവാ അറുക്കാൻ നിർദ്ദേശിക്കപ്പെട്ട 2 ആളുകളുടെ മകൻ എന്ന പേര് ലഭിച്ചത്. ഒന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും രണ്ടാമത്തത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഉമ്മുൽ ഖുറ അഥവാ ഗ്രാമങ്ങളുടെ മാതാവ് എന്നാണ് മക്ക അറിയപ്പെടുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് കഅബയുടെ സംരക്ഷണം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് ജുർഹും ഗോത്രക്കാരിലേക്ക് എത്തി. പക്ഷേ ജുർഹും ഗോത്രക്കാരുടെ മോശമായ സ്വഭാവവും മോശമായ സംസ്കാരവും കാരണം ഖുസാഅത്ത് ഗോത്രക്കാർ കഅബയുടെ സംരക്ഷണം പിടിച്ചെടുത്തു. ഒരുപാട് കാലം ഖുസാഅത്ത് ഗോത്രക്കാരുടെ കയ്യിലായിരുന്നു. ഖുസാഅത്ത് ഗോത്രക്കാർ പിടിച്ചെടുക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോ ജുർഹും ഗോത്രക്കാരുടെ അന്നത്തെ നേതാവായിരുന്ന അംർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ആൾ കഅബാലയത്തിന്റെ അകത്ത് സൂക്ഷിച്ചു പോന്നിരുന്ന വിലപിടിപ്പുള്ള സ്വർണമടക്കമുള്ള പലതും സംസം കിണറിലിട്ട് സംസം കിണർ മൂടിക്കളഞ്ഞു. ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സംസം
മണ്ണുകൊണ്ട് അദ്ദേഹം മൂടി. എന്നിട്ട് യമനിലേക്ക് അദ്ദേഹം നാടുകടന്നു. ഒരുപാട് കാലം സംസം എവിടെയാണ് എന്ന് ലോകത്ത് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഖുസയ്യ് മക്കയിലേക്ക് വരികയും അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്ന ഖുറൈശി സമൂഹങ്ങളെ മുഴുവൻ മക്കയിൽ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കഅബയുടെ സംരക്ഷണം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ അഥവാ ഖുറൈശി സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് ഖുറൈശികളായിരുന്നു കഅബയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത്. ആ കാലഘട്ടത്തിലാണ് അബ്ദുൽ മുത്തലിബ് കഅബയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിന് കഅബയുടെ കൃത്യമായ പൊസിഷൻ എവിടെയാണെന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ അബ്ദുൽ മുത്തലിബ് തന്റെ മകനെയും കൂട്ടിപ്പോയി സംസം കിണർ വീണ്ടും കുഴിച്ചെടുക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എലിഫന്റ് വാർ അഥവാ ആനക്കലഹം നടക്കുന്നത്. യമനിലുള്ള പ്രസിദ്ധമായ സ്വൻആ എന്ന പ്രദേശത്ത് ആ രാജ്യത്തുണ്ടായിരുന്ന അബ്രഹത്ത് രാജാവ് ഒരു കനീസ നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകളെ തടയലും അവരുടെ സന്ദർശനം നേരെ സ്വൻആയിലേക്ക് തന്റെ കനീസയിലേക്ക് തിരിച്ചുവിടലുമായിരുന്നു. പക്ഷേ ജനങ്ങൾ വീണ്ടും കഅബയിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നു മാത്രമല്ല, ബനൂ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കനീസയ്ക്കകത്ത് വിസർജിക്കുക കൂടി ചെയ്തു. ഇത് രാജാവിനെ വല്ലാതെ പ്രക്ഷുബ്ധനാക്കി. അദ്ദേഹം 13 ആനകളുടെ നേതൃത്വത്തിൽ ലഅഹ്ദിമന്നൽ കഅബ, ഞാൻ കഅബ പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മക്കയിലേക്ക് തന്റെ പട്ടാളവുമായി യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ സൈന്യം മഗ്മസ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ പട്ടാളക്കാർ പരിസരത്തുണ്ടായിരുന്ന സമ്പത്തുകൾ മുഴുവനും കൊള്ളയടിച്ചു. അക്കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ആളെ വിട്ട് അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു വരുത്തി. അബ്ദുൽ മുത്തലിബുമായി സന്ധി നടത്താൻ ശ്രമിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ലിബിൽ, ഈ ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ്. വ ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, കഅബയ്ക്ക് ഒരു കൃത്യമായ റബ്ബുണ്ട്, രക്ഷിതാവുണ്ട്. കഅബയ്ക്ക് ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് കഅബ സംരക്ഷിച്ചുകൊള്ളും. എനിക്ക് എന്റെ ഒട്ടകത്തെ നിങ്ങൾ വിട്ടു തന്നാ മതി. അബ്ദുൽ മുത്തലിബ് പരിപൂർണമായും അള്ളാഹുവിൽ തവക്കുലാക്കി തന്റെ ഒട്ടകങ്ങളെ കൈപ്പറ്റി കഅബയിലേക്ക് പോയി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ എന്റെ ഒട്ടകങ്ങളെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇത് നിന്റെ ഭവനമാണ്, നീ ഇതിനെ സംരക്ഷിച്ചു കൊള്ളുക, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് മലമുകളിലേക്ക് പോയി. സമ്പൂർണമായ തവക്കുലിന്റെ പരിപൂർണമായ തവക്കുലിന്റെ ഉദാഹരണമായിരുന്നു അബ്ദുൽ മുത്തലിബ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പടയെ അബാബിൽ പക്ഷികളെ അയച്ച് നാം തുരുത്തിയില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം വിശദീകരിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് തന്റെ ഒട്ടകങ്ങളുമായി മലമുകളിലേക്ക് പോയി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ 51 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അഥവാ AD 571 മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അടുത്തിരിക്കുന്നു എന്നതിന്റെ 2 പ്രധാനപ്പെട്ട സൂചനകളായിരുന്നു സംസം കിണർ വീണ്ടെടുത്തതും അബ്രഹത്ത് രാജാവിന്റെ പരാജയവും.